ഗൈസ്, ഹർ മഹാദേവ്, ആദാബ്, പ്രണാം, നമസ്കാരം. നിങ്ങളെല്ലാവരും എങ്ങനെയുണ്ട്? സുഖമാണോ? സുഖമായിരിക്കും. സുഖമായിട്ട് തന്നെ ഇരിക്കും. ഞാനിക്കും സുഖമാണ്. ऊपर वाली की कृपा से ദൈവത്തിൻ്റെ കൃപാസ് എനിക്കും സുഖമാണ്. മലയാളം പറയാനായിട്ട് ഹിന്ദി പറയുന്നത് മലയാളം പ്രശ്നമാണ്. അപ്പോൾ ഗൈസ്, എന്നെ വിചാരിച്ചു ഇന്ന് നമ്മുടെ ഡേ ആണ്, സൺഡേ. കുറച്ച് ലേറ്റായിപ്പോൾ എന്നാലും അപ്പോൾ എനിക്ക് കുറച്ച് നിങ്ങളോട് എന്താ പറയുക സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇന്നെനിക്ക് മുളക് കട്ട് ചെയ്യാണ്. കാരണം ഇത് നല്ലൊരു സംഭവമാണ്. കഴിക്കുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ഗൈസ്, ഞാൻ ഹസ്ബൻഡിനോട് നാരങ്ങ വാങ്ങാൻ പറഞ്ഞ് 3 നാൾ കൊണ്ടുവന്നു. അപ്പോൾ കൊണ്ടുവന്നിങ്ങനെ 2 അത് ചെറിയ നാരങ്ങ. ഇതിൽ എത്ര മാത്രം ജ്യൂസ് ഉണ്ടോയെന്ന് അറിയില്ല, തീരെ വിവരമില്ല. അപ്പോൾ ഗൈസ്, ഇത് മുളക് വെച്ചാൽ നമ്മളിത് കീറിയിട്ട് ഇതിനകത്ത് നാരങ്ങ നീരും ഉപ്പും എല്ലാം മിക്സ് ചെയ്ത് കുറച്ച് നേരം എടുത്ത് വെക്കും. എന്നിട്ട് 1/2 മണിക്കൂർ 1 മണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ട് നല്ല പുളിയൊക്കെ നല്ല പിടിക്കുമല്ലോ ഇതില്ലേ, ഉപ്പും പുളി. എന്നിട്ട് അത് പിടിച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂറൊക്കെ വെച്ചോ, 1/2 മണിക്കൂർ 1 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, എണ്ണ ഇട്ടിട്ട്, ഏതെണ്ണ നിങ്ങളുടെ ഇഷ്ടമുള്ള എണ്ണ ഏതാണോ വെച്ചാൽ അത് തന്നെ അതിട്ടിട്ട് ഇത് നല്ല അതിലേക്ക് വാട്ടല്ലേ പറയാം, വാട്ടുക. നല്ലതായിപ്പോൾ ഇന്ന് കഴിക്കണം, നാളെ കഴിക്കണം. അപ്പോൾ നമുക്ക് കറിയില്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഫേവറേറ്റ് ദാലാണ്. ഞാൻ ദാലാണ് കഴിക്കുക കൂടുതൽ. ദാൽ മീൻസ് തേങ്ങ അരച്ചിട്ടല്ല, പരിപ്പ് തേങ്ങ അരച്ചിട്ടല്ല, തേങ്ങ അരയ്ക്കാതെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ദാൽ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ എനിക്ക് കറി വേണമെന്നില്ല, അങ്ങനെ എല്ലാം കഴിക്കും. അപ്പോൾ അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഇവിടെ ആരും കഴിക്കൂല, ഞാനാണ് കഴിക്കുന്നത്. അച്ചാറൊന്നും കഴിക്കുന്ന ശീലമല്ല ഇവിടെ, ഒക്കെ ഞാനാണ്. അതുകൊണ്ട് പ്രഷർ കൂടി സ്ട്രോക്ക് വന്നു. പക്ഷെ നല്ല ഈ മുളകിന് ഇതില്ല, എരിവില്ല. നല്ല മുളകുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. ഒന്ന് മതി, അതിൻ്റെ വെള്ളം വരുന്നു ഇപ്പം തന്നെ. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്ന് കുറച്ച് സ്പീഡാണ് പണിക്ക്. ഇത് കുറച്ച് ലേറ്റായതാണ്. ചോറുണ്ടാക്കി വെച്ച് 2 മീനാണ്, അയിലക്കറി, പിന്നെ എന്താണ് ആവൂലിക്കറി. ആവൂലി മുളകിട്ടിട്ട് അയിലക്കറി നമ്മുടെ തേങ്ങ അരച്ചിട്ട്. പക്ഷേ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പോലെ എൻ്റെ കറി ഉണ്ടാവില്ല. കാരണം ഞാൻ ഇവിടുന്ന് പഠിച്ചതാണ്. പഠിക്കാൻ എനിക്ക് അമ്മായിയപ്പൊന്നും ഇല്ലായിരുന്നു. 2 ചേച്ചിമാരുണ്ട്, ഒരു ഏട്ടനുണ്ട്. അവർക്ക് സെപ്പറേറ്റ് ആണ്. 2 ചേച്ചിമാർക്ക് ജോലിയുണ്ട്. അപ്പം നേരത്തെ 12 തോന്നുന്നത് പറയാണ്. അന്ന് ജോലി ഉണ്ടായിരുന്നു, ടീച്ചേഴ്സാണ് 2 പേരും. അപ്പോൾ അവരൊക്കെ അവരുടെ വീട്ടിലല്ലേ. അപ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ ഇവിടെ ആരുമില്ല, ഞങ്ങൾ 2 പേര് മാത്രമാണ്. അപ്പോൾ വിയർക്കുന്നു. അപ്പോൾ എന്താ പറയുക, ഇതുവരെ മലയാളം കറക്റ്റായി പറഞ്ഞു, ഇനി മലയാളം പോയി. അപ്പോൾ എന്താ പറയുക, അവർക്ക് എപ്പോഴെങ്കിലും വരിക, വന്നു കഴിഞ്ഞ് പറഞ്ഞു ഇപ്പം ഞാൻ മറന്നു. കണ്ടല്ലേ മനസ്സിലാക്കുക എങ്ങനെയാണ് പറഞ്ഞാലും അത്ര ഇതൊന്നും വരില്ല. കണ്ണോട് പഠിക്കുക ശരിയല്ല ഞാൻ പറയുന്നത്. പക്ഷെ എനിക്കിതൊന്നും പഠിക്കാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഭാര്യയല്ല, ഒരു ഭാര്യ തന്നെ എല്ലാവർക്കും ഉണ്ടാവും. ഭാര്യ എനിക്ക് എൻ്റെ ഫ്രണ്ടാണ്. എനിക്ക് എല്ലാം പറഞ്ഞവരാണ് സ്റ്റാർട്ടിങ് മുതൽ. എങ്ങനെയാണ് കേരളത്തിലെ പരിപ്പ് കറി വെക്കണത്, മലബാർ സൈഡ് പരിപ്പ് കറി വെക്കുന്നത് എങ്ങനെയാണ്, കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, നാളെ എല്ലാം ഉണ്ടാക്കാൻ മിക്കവാറും എല്ലാം ഉണ്ടാക്കാൻ പഠിച്ച്. പക്ഷേ എനിക്ക് നിങ്ങളെ പോലെ ഉള്ള ഒരു സംഭവം വരില്ല, അങ്ങനെ സംഭവമാണ്. പിന്നെ ആദ്യം കിച്ചൺ വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ലൈഫ് മൊത്തം എന്താണെന്ന് വെച്ചാൽ ലൈഫല്ല, ഞാനൊരു ആൺകുട്ടികളെ പോലെയാണ്. എൻ്റെ ഫുള്ള് നേച്ചറൊക്കെ അങ്ങനെയാണ്. കിച്ചൺ വർക്കൊന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇതെന്തിനാ
കല്യാണം കഴിച്ചപ്പോൾ ഓരോ സെർവൻറ്റുകളുണ്ടാവും ഉണ്ടാക്കും അങ്ങനെയൊക്കെ തോന്നലായിരുന്നു. പക്ഷേ ഭക്ഷണം നമ്മൾ തന്നെ ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ എന്തായാലും ഇവിടെ വന്നപ്പോൾ സർവൻ്റ് ഇല്ല. നല്ല ലൈഫാണ് കേട്ടോ. എങ്ങനെ സർവൻറ്റിന് പുറത്തല്ല. ഒരു സമയം ഭയങ്കര സർവൻറ്റുകൾ തന്നെയായിരുന്നു ഇവിടെ ഹസ്ബൻഡ് വീട്ടിൽ. പക്ഷേ ഒരു സമയത്തിൻ്റെതാണ്. അച്ചാച്ചനുള്ള സമയത്ത് അച്ഛനുള്ള സമയത്തേക്ക് അങ്ങനെയായിരുന്നു. ഇവരുടെ സമയത്ത് ഇങ്ങനെയാണ്. മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അല്ലേ? മിഡിൽ ക്ലാസ് അല്ലേ? മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. और നല്ല ഭഗവാൻ കൃപാ से ഭഗവാൻ ദയാലുണ്ട്. നല്ലപോലെ നമ്മൾ എന്താ പറയുക ജീവിച്ച് പോകാനും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവിടുന്ന് ഇത് നോർത്ത് ഇന്ത്യ സ്റ്റൈലാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇത് മുളകിൻ്റെ ദേശം നോർത്ത് ഇന്ത്യ സ്റ്റൈല് എങ്ങനെ ഉണ്ടാക്കുക അതൊക്കെ. ഇപ്പോൾ ഇന്ത്യ നാരങ്ങ കുറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് പുളി വെക്കാം കേട്ടോ. കുറച്ചാണെങ്കിൽ കുറച്ച് കൂടുതൽ മീഡിയം അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചാണ്. ഒരു കാര്യം കൂടി പറയണം. മലയാളം പറയുമ്പോൾ ചിലപ്പോൾ നല്ല ക്ലിയർ ആവും, ചിലപ്പോൾ നല്ല ഇതാണ്. അതുകൊണ്ട് നിങ്ങൾ മൈൻഡ് ചെയ്ത് മനസ്സിലാക്കിക്കോണം കേട്ടോ. ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥ, അങ്ങനെയാണ്. അപ്പോൾ ഗൈസ് ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഇന്നെൻ്റെ പാട്ട് കൂട്ടായ്മ ഉണ്ട്. ആ കൂട്ടായ്മക്ക് ഞങ്ങൾ പോകാനുണ്ട്. പാട്ടൊക്കെ പാടണം. ഒരു ദിവസം നല്ല ദിവസം അങ്ങനെ 3 ദിവസമുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിന് എന്താ പറയുക ഒരു പ്രോഗ്രാമുണ്ട് പാട്ടിൻ്റെ, മലയാളം പാട്ടിൻ്റെ. അതിൻ്റെ പ്രാക്ടീസുകളൊക്കെ നടത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നും ഇവിടെ പ്രാക്ടീസാണ്. അപ്പോൾ ആ ഗ്രൂപ്പിൽ പോകാതെ വേറെ ഗ്രൂപ്പിൽ പോകും പാടുക. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ നല്ല ടൈം പാസ്സുള്ള സൺഡേ ആണ്. എവിടെയും പോവില്ല, എപ്പോഴും പാട്ടിൻ്റെ എല്ലാ ആഴ്ച പാട്ടിൻ്റെയാണ്. അപ്പോൾ ഗൈസ് ഇത് കണ്ടോ നിങ്ങൾ? ഇങ്ങനെയാണ് കീരൻ്റെ, ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഇത് എടുക്കണം, ഉപ്പൊക്കെ ഇടണം കേട്ടോ അതിന്. പിന്നെ ഞാൻ മുളക് കഴുകി വെച്ചുകൊണ്ടാണ് ഇത് പറയാനത്. കഴുകിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ എപ്പോഴും പച്ചക്കറി കൊണ്ടുവരുമ്പോൾ കഴുകിയിട്ടാണ് വെക്കുന്നത് ഫ്രിഡ്ജിലെ. പക്ഷേ എനിക്ക് നല്ല പുളി വേണം. അതിനെ പറ്റി പുളി കുറവാണ്, പക്ഷേ നീര് കുറച്ച് കുറവാണ്. പിന്നെ ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഇടുക. കുറേ നാരങ്ങ ഇടുന്നതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടണമെന്നാണ്. പക്ഷേ അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ജ്യൂസ് എടുക്കണം. എനിക്കങ്ങനെ അറിയില്ല കേട്ടോ വീഡിയോ ഇങ്ങനെ എടുക്കാൻ. ഇതൊക്കെ നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. മീൻസ് ഇങ്ങനെ വർക്ക് ചെയ്ത് ശരിയാവും. എങ്ങനെ വീഡിയോ എടുക്കുന്നത്, എങ്ങനെ സംസാരിക്കേണ്ടത് അപ്പോഴേ മനസ്സിലാവും. ഒക്കെ ഒന്നും അറിയില്ല കേട്ടോ. പാവങ്ങളാണ് നമ്മൾ. നിങ്ങളുടെ സപ്പോർട്ട് കമൻസൊക്കെ വേണം. എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം. ഇന്നല്ലെങ്കിൽ നാളെ. ഇപ്പോൾ വളരെ കുറച്ച് ആൾക്കാരെ കാണുന്നുള്ളൂ, വളരെ കുറച്ചാണ്. പക്ഷേ ഒരു ദിവസം എല്ലാവരും കാണും. അപ്പോൾ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ കമൻറ്റ്സ് ലൈക്ക് ഒക്കെ ചെയ്യണം, ഷെയർ ചെയ്യണം വീഡിയോ. എന്നോട് ഇത് ശരിയില്ലെങ്കിൽ ശരിയല്ല എന്ന് പറയുക, ശരിയാണെങ്കിൽ ശരിയാണ് പറയുക. ഇതിൻ്റെ തീരെ നീരില്ല. എൻ്റെ ഹസ്ബൻഡ് തീരെ ഇതില്ല, ബുദ്ധിയില്ല. വിചാരം എന്താ ഭയങ്കര ബുദ്ധിയാണ്. തീരെ നീരില്ല. ഇത് ശരിക്ക് ഇത് വേണം. ഈ മുളകിന് എരിവില്ല കേട്ടോ. എന്നുവെച്ചാൽ കൈ പുകയുന്നില്ല. അപ്പോൾ
ഇതെല്ലാം നീര് അത്ര ഇല്ല എന്നാലും ആവശ്യത്തിന് കുറച്ച് മുളകേ ഉള്ളൂ എടുത്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഹസ്ബൻഡിനെ കുറച്ച് ബുദ്ധി കുറവാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ് ഇതിന് വലിയ നാരങ്ങ വേണം, നല്ല ജ്യൂസുള്ള വേണം. പക്ഷെ തന്നതായാലും എന്താണ് അത് എടുത്തുകൊണ്ട് വന്നത്. ഇതെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നല്ലപോലെ നമ്മൾ എന്താ ചെയ്യുക, മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. എനിക്ക് ഇപ്പം തന്നെ വയല് വെള്ളം വരിക. ഇതല്ലേ ഗൈസ് എൻ്റെ മമ്മീൻ്റെ ഇതാണ്. എൻ്റെ മമ്മി എപ്പോഴും ഉണ്ടാക്കിയാണ് ഇത് തന്നെ. എൻ്റെ പാപ്പയ്ക്ക് ഭയങ്കര സ്പൈസി ഭക്ഷണം ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പാപ്പയ്ക്ക് എന്താ ഇഷ്ടം തന്നെ മമ്മി ഉണ്ടാക്കുള്ളൂ. എൻ്റെ ഭാര്യയായിരുന്നു. പിന്നെ ഒരു കാര്യം കൊണ്ടുണ്ട് ഗൈസ്. ഇപ്പം ഞാൻ എൻ്റെ മമ്മി എപ്പോഴും പഠിക്കാനായിട്ട് ഈ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കുക, ഈ പണി ചെയ്യുക ഞാൻ ചെയ്യില്ലായിരുന്നു. എനിക്ക് അപ്പോൾ ചെയ്യില്ലായിരുന്നു. അപ്പോൾ എൻ്റെ പാപ്പ എപ്പോഴും സപ്പോർട്ടായിരുന്നു. അവളെ കൊണ്ട് പണിയെടുപ്പിക്കണ്ട അങ്ങനെ പറയാതെ. പക്ഷേ നിങ്ങളങ്ങനെ ചെയ്യരുത്. കുട്ടികൾ പഠിച്ചാലും ശരി കുട്ടികൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരോട് കിച്ചൺ വർക്ക് ചെയ്യിപ്പിക്കണം, ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ പഠിപ്പിക്കണം. അല്ലെങ്കിൽ പഠിക്കുകയാണ് പറഞ്ഞിരിപ്പിക്കരുത്. പഠിച്ചിട്ട് അത് വേറെ വീട്ടിൽ പോകാൻ അല്ലേ, അവിടെയും ഭക്ഷണം ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഇവർ തന്നെ അല്ലേ അമ്മയമ്മ ഭക്ഷണം ഉണ്ടാക്കാൻ നോക്കണ്ട. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞ മനസ്സിലായി. എനിക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ടാണ്. പക്ഷേ മക്കളെ എപ്പോഴും കിച്ചൺ വർക്ക് എന്തായാലും പഠിപ്പിക്കും. ഭക്ഷണം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ഒരു ഹസ്ബൻഡിനെ തന്നെ സന്തോഷിപ്പിച്ചിരിക്കണമെങ്കിൽ ഭക്ഷണം ഉണ്ടാവണം. നല്ല ഫുഡായിരിക്കും ആണെങ്കിൽ ഹസ്ബൻഡ് എപ്പോഴും പ്രസന്നതാവുണ്ടാവും കേട്ടോ. അപ്പോൾ അതെനിക്ക് അവസ്ഥ അങ്ങനെയാണ്. എനിക്ക് തീരെ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല. ഇപ്പോഴും ആ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ കുറേ പഠിക്കുകയാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പറഞ്ഞു തരാൻ ആളില്ല. ഞാൻ ചിലപ്പോൾ യൂട്യൂബ് നോക്കിയിട്ട് പഠിക്കും, ചിലപ്പോൾ സ്വന്തമായിട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ എത്രയോ ഭേദമായിക്കുന്നു ഞാൻ ചെയ്യുന്ന പണി. പിന്നെ അതേപോലെ നിങ്ങളുടെ മക്കളാവരുത്. പഠിക്കാൻ ഒന്നും ചെയ്യിപ്പിക്കേണ്ട ചെയ്യരുത്. പഠിപ്പിക്കുമ്പോൾ പഠിപ്പിൻ്റെ കൂടെ കിച്ചൺ വർക്കും പഠിച്ചിരിക്കണം. പക്ഷേ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കാൻ അറിയണമല്ലോ. ഭർത്താവിനെ ഭക്ഷണം കൊടുക്കണ്ടേ, അതിന് അപ്പോൾ വീട്ടിലെ ആളുണ്ടെങ്കിൽ ഇവിടുത്തെ ചെയ്യണ്ടേ, അതാണ് ചെയ്യണം. ഞാൻ 6 വർഷം എൻ്റെ ഭർത്താവിനെ എന്താ കൽപ്പിച്ചതറിയോ, ചോറ് മീനുണ്ടാക്കുമ്പോൾ മീൻ വേറെ വെള്ളം വേറെ അങ്ങനത്തെ അവസ്ഥയിൽ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. 6 വർഷം കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചാൽ ദിവസം പറയാണ് ഞാൻ എന്താ മഹാപാവം ചെയ്ത്. അപ്പോൾ മഹാപാവം ചെയ്തുകൊണ്ട് അവർക്ക് നല്ല ഭക്ഷണം കിട്ടുന്നില്ല. പക്ഷെ എനിക്കത് ശരിക്കും ഫീൽ ചെയ്ത്, പക്ഷേ തമാശക്കൂടെ എടുത്ത് വെച്ചാൽ എനിക്ക് കല്യാണം കഴിച്ചോ എടുത്ത് ശരിക്കും ഫീൽ ചെയ്ത് അന്ന് മുതൽ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മാറ്റം വന്നു. ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി, അതേപോലെ എല്ലാ കാര്യം ചെയ്യാൻ തുടങ്ങി ഭക്ഷണത്തിൻ്റെ. ഇപ്പോൾ അവർക്ക് പ്രോബ്ലംസൊന്നും ഇല്ല. പിന്നെ നോർത്ത് ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ് നോർത്ത് ഭക്ഷണം ഇഷ്ടമാണ്. അങ്ങനെ ഉണ്ടാക്കിയാലും അവർക്ക് താല്പര്യമില്ല. പക്ഷെ എനിക്ക് താല്പര്യം അതാണ്. പക്ഷെ ഞാനെല്ലാം അഡ്ജസ്റ്റ് ചെയ്യും, ഇവിടത്തേക്കും അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഗൈസ് ഇത്ര പറഞ്ഞു. അപ്പോൾ ഈ മുളക് എന്താ ചെയ്യണം, എന്നാലേ ചൂട് ചട്ടിയിലെ എണ്ണ ഇടൂലേ, കടുകൊന്നും ഇടണ്ട കേട്ടോ. വേണമെങ്കിൽ കറിവേപ്പില വേണമെങ്കിൽ ഇടാം, എനിക്ക് കടുക് വേണമെങ്കിൽ ഇട്ടോട്ടോ. എന്നിട്ട് നല്ല വാട്ടി എടുത്താൽ മതി. നല്ല തണുത്ത് കഴിഞ്ഞാൽ കഴിക്കും. അത്രയും പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, തെറ്റുകളുണ്ടോ എൻ്റെ പറയുന്നത്, അതൊക്കെ ക്ഷമ ചെയ്യണം, മാപ്പ് ചെയ്യണം. എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്, എന്നാലും ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്. വീഡിയോ ഉണ്ടാക്കാൻ എനിക്കറിയില്ല, എന്നാലും ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് ആണ് വിചാരിച്ചിട്ട് എന്നെ ക്ഷമിക്കണം. അപ്പോൾ നമസ്തേ. നല്ല ലോലാണ്, ഭയങ്കര ഹൈ ഇത് വെക്കരുത്, പ്ലെയിനിൽ വെക്കരുത്. ഓക്കെ ഗൈസ്, സോ ഗൈസ് ഇത് കാണുന്നില്ലേ,
ഇങ്ങനെ യെല്ലോ കളറായില്ലേ അതേപോലെ ആവണമില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് വെച്ചാൽ എല്ലാം ശരിയാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കടുകിടാം, കറിവേപ്പില ഇടാം. ഞാൻ ഇടാറില്ല, പക്ഷേ ഞാൻ ഇട്ടിട്ടുണ്ട് കറിവേപ്പില അതിൻ്റെ കടുക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ടായി കഴിച്ചാൽ എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനൊരു ബോട്ടിലിൽ വെച്ചേക്കുന്നത് കാണിച്ചു തരാം എങ്ങനെയാണ് അവസാനം ഉണ്ടാവുക. ഇങ്ങനെ ഉണ്ടാവുക ചെയ്യാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ.